ഹലോ ഗൈസ്, നമ്മളെ തന്നേക്കുന്നത് നമ്മുടെ എക്സ്ട്രാ ടൈം പിക്കുമായിട്ടാണ്. സോ ലാസ്റ്റത്തെ എക്സ്ട്രാ ടൈം പിക്കായിരിക്കും. കാരണം ക്യാപ്റ്റൻസി ഇവൻ്റ് കഴിഞ്ഞു ഇനിയിപ്പം FC26 വരികയാണ്. അപ്പോൾ നല്ല രീതിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മേ ബി ഇപ്പോൾ ഉള്ള ഈ ഒരു ടോക്കൺ ഒഴിവാക്കുമായിരിക്കും. പുതിയ ടോക്കൺ അവർ കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് എന്തായാലും ഫ്രീ പിക്ക് ചെയ്യാം. 50 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ തേർഡ് അക്കൗണ്ടിൽ സ്റ്റാർ പിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് അക്കൗണ്ട് അല്ല ഗൈസ്. ഓക്കെ, തേർഡ് അക്കൗണ്ട് തന്നെയാണ്. നമുക്ക് നോക്കാം. വലിയ രീതിക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇതിപ്പോൾ ടോക്കൺ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളടുത്ത് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഇനി പരമാവധി ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് കൂടി വന്ന 108 ഗൈസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. എനിക്ക് മാക്സിമം കിട്ടിയത് 108 തന്നെയാണ്. ഓക്കെ, നിങ്ങളധികം എന്താ പറയുക, ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണമെന്നില്ല ഇനി. ഓക്കെ, നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി അടുത്ത മാർക്കറ്റ് പിക്ക് വരുമ്പോൾ എടുക്കാവുന്നതാണ്. ഇതിനിയിപ്പം ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഇത് 5000 ടോക്കൺ കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിലും ടോക്കൺ ഉണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ഷാർട്ട് പിക്ക് ചെയ്യാം. ഷാർട്ട് പിക്കിന്ന് എന്താ പറയുക, ട്രേഡബിൾ പ്ലേയേഴ്സിന് എടുക്കാം ഗൈസ്. കാരണം ഇനിയിപ്പോൾ ഷാർട്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ അക്കൗണ്ടിലും ഷാർട്സ് വെച്ച് അങ്ങനെ ഒന്നും വാങ്ങാനൊന്നും ബാക്കിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രീ പിക്ക് ചെയ്ത് ബാക്കിയുള്ള 2 ഷാർട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, തേർഡ് അക്കൗണ്ടിൽ ഈ ജെമ്മില്ലായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ എന്താ പറയുക ഡെയിലി പിക്ക് ചെയ്യാതിരുന്നത്. ഇതിനകത്ത് എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് ആരാണ് ഗൈസ് ഈ ഇപ്രാവശ്യത്തെ എക്സ്ട്രാ ടൈം പിക്കിന്ന് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ൻ്റെ പ്ലെയറാണ് പുള്ളി. ഇപ്പം ന്യൂ കാസിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ എക്സ്ട്രാ ടൈം പിക്കിൻ്റെ അതായിരുന്നു. എക്സ്ട്രാ ടൈം പിക്ക് കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് പുതിയത് കൊണ്ടുവന്നപ്പം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, പുതിയ സിസ്റ്റം കൊണ്ടുവന്ന് അന്നേരം 100 പ്ലേയേഴ്സിനും 101 പ്ലേയേഴ്സിനൊക്കെ വെറും 500 മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും 106 പ്ലെയറാണ് ഹയസ്റ്റ്. സോ ഇനിയിപ്പം ഇതിൻ്റെ പ്രോബിലിറ്റി കുറയ്ക്കുമായിരിക്കും. കാരണം ഇപ്പം 108 പ്ലെയറിന് 5000 കിട്ടുന്നത് അവർ നേരെ അത് 1000 ആക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സംഭവം സെയിം ആയിരിക്കും. മേ ബി 5000 ടോക്കൺ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ അവർ പുതുതായിട്ട് എന്തെങ്കിലും സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. ഓക്കെ, ഷാർട്സ് വേണ്ട നമുക്ക് പുള്ളിനെ എടുക്കാം. കുറച്ച് കോയിൻ കിട്ടട്ടെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇതിന് മെയിൻ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ബാക്കിയുണ്ട്. അത് കോയിൻ കൊണ്ട് എന്താ കാര്യം എന്ന്, കോയിൻ കൊണ്ട് കാര്യമില്ലെങ്കിൽ പ്ലേയേഴ്സിന് കിട്ടുമല്ലോ, എക്സ്ചേഞ്ച് അടിക്കാനൊക്കെ ഉപയോഗിക്കും. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. സോ നമ്മൾ മെയിൻ അക്കൗണ്ട് വന്നിട്ടുണ്ട്. മെയിൻ അക്കൗണ്ടിലും ടോക്കൺ ഉണ്ട് ഗൈസ്. എല്ലാ അക്കൗണ്ടിലും നല്ല രീതിക്ക് ടോക്കൺ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു 2000 ടോക്കൺ ആക്കി വെച്ചായിരുന്നു, എന്തെങ്കിലും പുതിയ സംഭവം വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും വന്നിട്ടില്ല. ഫ്രീ പിക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ചെയ്തതിൽ എടുക്കാം ഗൈസ്. ഇനി ഡെയിലി പിക്ക് 1-2 ചെയ്യണമില്ലെങ്കിൽ കുറേ ചെയ്യണോ നോക്കാം ഗൈസ്. 102 അല്ല ഗൈസ്, 104 പ്ലെയർ ഉണ്ടായിരുന്നു. 102 എടുത്തേനെ. ഓക്കെ, നമുക്ക് എന്തായാലും ഓർമ്മോടി ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ അക്കൗണ്ടിൽ കിട്ടിയ ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാർട്ട് പിക്ക് ചെയ്യാം ഗൈസ്, കാരണം നമുക്ക് ഇതിനകത്ത് ഷാർട്സ് ആവശ്യമാണ്. ഓക്കെ, ഷാർട്സ് കിട്ടിയ ഷാർട്സ് എടുക്കാം. എന്തുകൊണ്ടും ഷാർട്സാണ് ബെറ്റർ. നമുക്ക് ഷാർട്സ് എടുക്കാം ഗൈസ്. ചെറിയ ഷാർട്സിന് പോലും അതിൻ്റേതായ ഒരു ഇതുണ്ട്. അടുത്തതിൽ എന്താ കിട്ടുന്നത് നോക്കാം. 60 ഷാർട്സ്. ഓ ഗൈസ്, കൃത്യം 60 ഷാർട്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് 30 തന്നെ തരുമെന്ന്. അപ്പോൾ 2000 ടോക്കൺ വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം. ഓക്കെ, നമ്മൾ 900 സബ്ബോട്ട് അടുത്താണ് എല്ലാവരും
ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വോക്കൗട്ടൊന്നും കാണില്ലായിരിക്കും, അത് വോക്കൗട്ടൊന്നും ഇല്ല.